രാമൻ മാഗ്സസെ അവാർഡ് 2025 നേടിയ ഇന്ത്യയിലെ സംഘടന ഏതാണ്? 16ാമത്തെ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് എത്ര മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്? ഗോത്രഭാഷകളിൽ വിവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് ആയിട്ടുള്ള ട്രാൻസ്ലേറ്ററിന്റെ പേരെന്താണ്? ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. ഇന്ന് സെപ്റ്റംബർ 1 ജേഡീസ് കറണ്ട് അഫേഴ്സ്. ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, വർക്ക്സ് ഓൺ ദി ആനക്കാംപോയിൽ മേപ്പാടി ടണൽ റോഡ് ഗെറ്റ് അണ്ടർവേ. ആനക്കാംപോയിൽ മേപ്പാടി തുരങ്കപാതയിൽ പണികൾ ആരംഭിച്ചു. ഇന്നലെയായിരുന്നു ഉദ്ഘാടനം. 2 ദിവസം മുമ്പ് തന്നെ മിക്കവാറും പത്രങ്ങളിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലിലും വന്നിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ആനക്കാംപോയിൽ മേപ്പാടി ടണലിനെ കുറിച്ച്. ഇന്നലെയായിരുന്നു അതിന്റെ ഉദ്ഘാടനം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 31 കേരളത്തിൽ ആനക്കാംപോയിൽ കല്ലടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നലെ ഓഗസ്റ്റ് 31 ഇന്നലെയായിരുന്നു കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആനക്കാംപോയിൽ കല്ലാടി മേപ്പാടി ടണൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് വയനാടിനെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടണൽ ഉദ്ഘാടനമാണ് നടത്തിയിട്ടുള്ളത്. അതായത് ഇതിന്റെ കൺസ്ട്രക്ഷന്റെ ഉദ്ഘാടനമാണ് നടത്തിയിട്ടുള്ളത്. ഇതിന്റെ പണി ആരംഭിക്കാൻ പോവുകയാണ്. പുതുതായി നിർമ്മിച്ച ആനക്കാംപോയിൽ കല്ലടി മേപ്പാടി തുരങ്കപാത ഏതൊക്കെ 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കും? തിരുവമ്പാടി പഞ്ചായത്ത്, മേപ്പാടി പഞ്ചായത്തുമായി. കോഴിക്കോടുള്ള തിരുവമ്പാടി പഞ്ചായത്തിനെയും വയനാടുള്ള മേപ്പാടി പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണ് ഇപ്പോൾ വരാൻ പോകുന്ന ആനക്കാംപോയിൽ കല്ലാടി മേപ്പാടി ടണൽ. മറിയപ്പുഴയും മീനാക്ഷി പാലത്തെയും ബന്ധിപ്പിക്കുന്ന ആനക്കാംപോയിൽ കല്ലടി മേപ്പാടി തുരങ്കപാതയുടെ ദൂരം എത്ര? 8.11 കിലോമീറ്റർ നീളമുള്ള തുരങ്കം. അതായത് 2 പ്രദേശങ്ങളെയും, മാരിപ്പുഴയും മീനാക്ഷി പാലം, ഈ 2 പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ആ ഒരു ടണലിന്റെ ദൂരമാണ് 8.11 കിലോമീറ്റർ. ഇത്രയും നീളമുള്ള ഒരു ടണലിന്റെ ഉദ്ഘാടനമാണ്, അതായത് കൺസ്ട്രക്ഷൻ വർക്കിന്റെ ഉദ്ഘാടനമാണ് 31 ഓഗസ്റ്റ് നടത്തിയിട്ടുള്ളത്. ആനക്കാംപോയിൽ കല്ലടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിന് ഏകദേശം എത്ര ചിലവാകും? 2134.5 കോടി. ഇത്രയും വലിയ തുകയുടെ ഒരു വലിയൊരു പ്രൊജക്ട് ആണ് ഇന്നലെ ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ ഉദ്ഘാടന കർമ്മം നടത്തിയിട്ടുള്ളത്. ആനക്കാംപോയിൽ കല്ലടി മേപ്പാടി തുരങ്കപാത പൂർത്തിയാകുമ്പോൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള ദൂരം എത്ര കുറയ്ക്കാൻ കഴിയും? 22 കിലോമീറ്റർ. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ട്രാഫിക് ബ്ലോക്ക് ആണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം അത് ഒഴിവാക്കുകയും കൂടാതെ 22 കിലോമീറ്റർ സേവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു പ്രൊജക്ട് ആണ് വരാൻ പോകുന്നത് കേരളത്തിൽ. ആനക്കാംപോയിൽ കല്ലാടി മേപ്പാടി ടണൽ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നടത്തിയിട്ടുള്ള 31 ഓഗസ്റ്റിന് കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ 2134.5 കോടി രൂപയുടെ ഒരു പ്രൊജക്ട് 8.11 കിലോമീറ്റർ ലോങ് ടണലിന്റെ ഉദ്ഘാടനമാണ് നടത്തിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, രാമൻ മാഗ്സസെ അവാർഡ് 2025. 2025 രാമൻ മാഗ്സസെ അവാർഡ് പ്രഖ്യാപിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഇതിൽ ഏത് സംഘടനയ്ക്കാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു അവാർഡ് ലഭിക്കുന്നത്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 31 പ്രഖ്യാപിച്ച 2025 രാമൻ മാഗ്സസെ അവാർഡ് നേടിയ ഇന്ത്യയിലെ ഏത് സംഘടനയാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ്. എഡ്യൂക്കേറ്റ് ഗേൾസ് എന്നറിയപ്പെടുന്ന ഒരു സംഘടന. ഈ സംഘടനയ്ക്കാണ് 31 ഓഗസ്റ്റിന് പ്രഖ്യാപിച്ചിട്ടുള്ള 2025 രാമൻ മാഗ്സസെ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. എഡ്യൂക്കേറ്റ് ഗേൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണിത്. 2007 ആരംഭിച്ചിട്ടുള്ള ഈ ഒരു ഓർഗനൈസേഷൻ ഇന്നിപ്പോൾ 13,000 വില്ലേജുകളിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇത് രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായിട്ട് 13,000 വില്ലേജിലാണ് ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. വിദൂര ഗ്രാമങ്ങളിലെ സ്കൂൾ വിട്ട പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ഏത് ഇന്ത്യൻ ലാഭമില്ലാത്ത സംഘടനയ്ക്ക് 2025 രാമൻ മാഗ്സസെ അവാർഡ് ലഭിച്ചു? എഡ്യൂക്കേറ്റ് ഗേൾസ്. അതായത് രാമൻ മാഗ്സസെ അവാർഡ് ലഭിച്ചിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് എഡ്യൂക്കേറ്റ് ഗേൾസ്. ഈ ഒരു സ്ഥാപനത്തിന്റെ ഫൗണ്ടർ ആണ് സഫീന ഹുസൈൻ. എന്നാൽ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് എഡ്യൂക്കേറ്റ് ഗേൾസ് ആണ് ഗായത്രി നായർ ലോബോ. ഏതാണ്ട് 13,000 വില്ലേജുകളെ എഡ്യൂക്കേറ്റ് ഗേൾസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്കൂൾ വിട്ട പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ്.
രാമൻ മാഗ്സസെ അവാർഡ് ഫൗണ്ടേഷൻ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംഘടന ഏത്? എഡ്യൂക്കേറ്റ് ഗേൾസ്. ആദ്യമായിട്ടാണ് ഒരു സംഘടനയ്ക്ക് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു അവാർഡ് ലഭിക്കുന്നത്. അത് എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന് പറയുന്ന ഈ സംഘടനയ്ക്കാണ്. 2025 രാമൻ മാഗ്സസെ അവാർഡ് ലഭിച്ച ഓർഗനൈസേഷൻ ആണ് എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന് പറയുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. രാമൻ മാഗ്സസെ അവാർഡ് ഏത് ഫൗണ്ടേഷനാണ് ധനസഹായം നൽകുന്നത്? റോക്ക്ഫെല്ലർ ബ്രദേഴ്സ് ഫണ്ട്. US ഒരു ഫാമിലിയാണ് റോക്ക്ഫെല്ലർ ബ്രദേഴ്സ്. ഈ ഒരു ഫാമിലിയാണ് രാമൻ മാഗ്സസെ അവാർഡിനുള്ള ഫണ്ട് നൽകുന്നത്. എല്ലാ വർഷവും രാമൻ മാഗ്സസെ അവാർഡ് നൽകുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസ് ആണ് എല്ലാ വർഷവും രാമൻ മാഗ്സസെ അവാർഡ് നൽകുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് രാമൻ മാഗ്സസെ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് വിനോബാവെ. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ രാമൻ മാഗ്സസെ അവാർഡ് ലഭിച്ച ഓർഗനൈസേഷൻ ആണ് എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. പ്രൈം മിനിസ്റ്റർ മോദി വാസ് പ്രസന്റഡ് വിത്ത് എ ട്രഡീഷണൽ ദരൂമ ഡോൾ ഇൻ ജപ്പാൻ. ജപ്പാനിൽ പ്രധാനമന്ത്രി മോദിക്ക് പരമ്പരാഗത ദരൂമ പാവ സമ്മാനിച്ചു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഏത് കോൺഫറൻസുമായി ബന്ധപ്പെട്ടാണ് ജപ്പാനിൽ എത്തിയിട്ടുള്ളതും ജപ്പാൻ സന്ദർശിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ദരൂമ ഡോൾ എന്ന് പറയുന്ന ഈ ഒരു ഡോൾ സമ്മാനിച്ച ക്ഷേത്രം ഏതാണ്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 29 ജപ്പാനിലെ തക്കസാക്കി ഗുൻമയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആരാണ് ദരൂമ പാവ സമ്മാനിച്ചത്? ഷോറിൻസാൻ ദരൂമജി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ റവ ഷെയ്സി ഹിറോസ്. ദരൂമ പാവ എന്ന് പറയുമ്പോൾ അതൊരു ലക്കി സൈൻ ആണ്. ജപ്പാനിലെ ഒരു വിശ്വാസമാണ് ആ ഒരു പാവ ലക്കി സൈൻ. ഈ ഒരു ലക്കി സൈൻ ആണ് ജപ്പാനിലെ ഷോറിൻസൺ ദരൂമജി ടെമ്പിളിലെ മുഖ്യ പുരോഹിതൻ ആയിട്ടുള്ള റവെ ഷേസി ഹിറോസ് നൽകിയിട്ടുള്ളത്. ജപ്പാനിൽ 29 ഓഗസ്റ്റിന് ജപ്പാനിൽ വെച്ചാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഈ ഒരു സമ്മാനം ലഭിച്ചിട്ടുള്ളത്. 15ാമത്തെ ഇന്ത്യ ജപ്പാൻ ആനുവൽ സമ്മിറ്റ് അത് പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ജപ്പാനിൽ 29, 30 എന്നീ തീയതികളിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉണ്ടായിരുന്നത്. ഈ ഒരു അവസരത്തിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന് ദരൂമ പാവ സമ്മാനിച്ചിട്ടുള്ളത്. പ്രശസ്ത ദരൂമ പാവകളുടെ ജന്മസ്ഥലം ഗുൻമയിലെ ഏത് നഗരമാണ്? തക്കസാക്കി സിറ്റി, ജപ്പാൻ. ജപ്പാനിലെ തക്കസാക്കി സിറ്റിയിലുള്ള ഷിറോൺസാൻ ദരൂമി ജി ടെമ്പിളിലാണ് മുഖ്യ പുരോഹിതൻ ആയിട്ടുള്ള റവ് ഷേസി ഹിറോസ് ദരൂമ പാവ നൽകി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ ആദരിച്ചിട്ടുള്ളത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിലെ താക്കസാക്കി നഗരത്തിലേക്ക് യാത്ര ചെയ്ത കാഞ്ചീപുരത്ത് നിന്നുള്ള ഇന്ത്യൻ സന്യാസിയുടെ പേര് ദരൂമദേശി ബോധിധർമ്മ. ബോധിധർമ്മയെ ജപ്പാനിൽ അറിയപ്പെടുന്ന പേരാണ് ദരൂമദേശി. അദ്ദേഹം കാഞ്ചീപുരത്തിനാണ് ഏതാണ്ട് 1000 വർഷം മുമ്പ് ജപ്പാനിൽ എത്തിയിട്ടുള്ളതും അദ്ദേഹത്തിന്റെ ആ ഒരു സ്മരണയ്ക്കാണ്. അതുപോലെ തന്നെ ലക്കി സൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പാവയാണ് ദരൂമ ഡോൾ എന്ന ഈ പാവയാണ് നൽകിയിട്ടുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. ഗവൺമെന്റ് ലോഞ്ച് ബേട്ട വേർഷൻ ഓഫ് ആദിവാണി ഫോർ ട്രാൻസ്ലേഷൻ ഇൻ ട്രൈബൽ ലാംഗ്വേജ്. ഗോത്രഭാഷകളിൽ വിവർത്തനം ചെയ്യുന്നതിനായി ആദിവാണിയുടെ ബീറ്റ പതിപ്പ് സർക്കാർ പുറത്തിറക്കും. ഗോത്രവർഗക്കാർക്ക് വേണ്ടിയുള്ള ഒരു പുതിയൊരു ട്രാൻസ്ലേറ്റർ പുറത്തിറക്കുന്ന ഒരു ന്യൂസ് ആണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗോത്ര ഭാഷകൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് ട്രാൻസ്ലേറ്റർ ആരാണ് ഉടൻ പുറത്തിറക്കുക? ഗോത്രകാര്യ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രാൻസ്ലേറ്റർ ട്രൈബൽ ലാംഗ്വേജിലേക്കുള്ള ഒരു ട്രാൻസ്ലേറ്റർ പുറത്തിറക്കുന്നത്. ഇത്തരത്തിലുള്ള ട്രൈബൽ ലാംഗ്വേജിന്റെ ട്രാൻസ്ലേറ്റർ ആണ് ഇത്. പലപ്പോഴും ഇനി ഗോത്രവർഗക്കാർക്ക് സഹായമായിട്ട് എത്തുന്ന അവരുടെ ആ ഭാഷയിലേക്കൊരു ട്രാൻസ്ലേഷൻ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയൊരു AI പവേർഡ് ആയിട്ടുള്ള ട്രൈബൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ് പുറത്തിറക്കാൻ പോകുന്നത്. ഇത് പുറത്തിറക്കുന്ന മന്ത്രാലയമാണ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്, ഗോത്രകാര്യ മന്ത്രാലയം. ഗോത്രഭാഷകൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് ട്രാൻസ്ലേറ്ററിന്റെ പേരെന്തായിരിക്കും? ആദിവാണി. ആദിവാണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുതിയൊരു ട്രാൻസ്ലേറ്റർ ആണ്, AI പവേർഡ് ആയിട്ടുള്ള ട്രാൻസ്ലേറ്റർ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് പുറത്തിറക്കാൻ പോകുന്നത്. തുടക്കത്തിൽ ആദിവാണി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് ട്രാൻസ്ലേറ്റർ ഏത് 4 ഭാഷകളെ പിന്തുണയ്ക്കും? സന്താലി ഒഡീഷ, ബിലി മധ്യപ്രദേശ്, മുന്താരി ജാർഖണ്ഡ്,
ഗോണ്ടി, ഛത്തീസ്ഗഡ്. ഈ 4 സംസ്ഥാനങ്ങളിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ട്രൈബൽസ് ആണ് ഒഡീഷയിലെ സന്താലി, മധ്യപ്രദേശിലെ ബിലി, ജാർഖണ്ഡിലെ മുന്താരി, ഛത്തീസ്ഗഡിലെ ഗോണ്ടി. ഈ 4 ട്രൈബൽസിന്റെ ഭാഷകളെയാണ് ആദ്യത്തെ ഫസ്റ്റ് എന്ന ലെവലിൽ തന്നെ ട്രാൻസ്ലേഷന് വേണ്ടി ആദിവാണി എന്ന് പറയപ്പെടുന്ന ട്രാൻസ്ലേറ്റർ പുറത്തിറക്കുക. അതിനുശേഷം പിന്നീട് ഓരോ ട്രൈബൽസിന്റെ ലാംഗ്വേജസിനെ ഈ ഒരു ട്രാൻസ്ലേറ്ററിന്റെ ഭാഗമാക്കി മാറ്റും. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് ഇന്ത്യൻ വാർഷിപ്പ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ID സെലിബ്രേഷൻ ഓഫ് പാപ്പാന്യൂഗിനിയ. പാപ്പാന്യൂഗിനിയയുടെ ID ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ യുദ്ധക്കപ്പൽ. ഏത് കപ്പലാണ് പാപ്പാന്യൂഗിനിയ എന്ന രാജ്യത്തേക്ക് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആയിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്? അതുപോലെ തന്നെ എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് പാപ്പാന്യൂഗിനിയ ആഘോഷിക്കുന്നത്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 30 പാപ്പാന്യൂഗിനിയയുടെ 50ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ ഏത് കപ്പലാണ്? ASW കോർവെറ്റ് INS കടമറ്റ്. ASW ആന്റി സബ്മറൈൻ വാർഫെയർ കോർവെറ്റ് എന്നറിയപ്പെടുന്ന INS കടമറ്റ് ആണ് 50ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആയി ബന്ധപ്പെട്ട് പാപ്പാന്യൂഗിനിയയിൽ എത്തിയിട്ടുള്ളത്. പാപ്പാന്യൂഗിനിയയുടെ 50ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഗോൾഡൻ ജൂബിലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാപ്പാന്യൂഗിനിയയുടെ ഏത് തുറമുഖമാണ് 50ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ INS കടമറ്റ് എത്തിയത്? പോർട്ട് മോസ്ബി. പാപ്പാന്യൂഗിനിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ട് ആണ്, തുറമുഖമാണ് പോർട്ട് മോസ്ബി. ഇവിടെയാണ് ഇന്ത്യയുടെ ASW അതായത് ആന്റി സബ്മറൈൻ വാർഫെയർ കോർവെറ്റ് INS കടമറ്റ് എന്ന കപ്പൽ എത്തിയിട്ടുള്ളതും. ഓസ്ട്രേലിയയിൽ നിന്ന് പാപ്പാന്യൂഗിനിയ മോചിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1975 സെപ്റ്റംബർ 16. ഈ വരുന്ന സെപ്റ്റംബർ 16 പാപ്പാന്യൂഗിനിയ 50ാമത്തെ വർഷം ആയിട്ട് മാറുന്നത്, ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് മാറുന്നത്. ഇതിനു മുമ്പ് അതായത് 1975 വരെ പാപ്പാന്യൂഗിനിയ രാജ്യം അത് കൺട്രോളിലായിരുന്നു ഓസ്ട്രേലിയയുടെ. എന്നാൽ 1975 ഓസ്ട്രേലിയ സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. അതനുസരിച്ച് 1975 സെപ്റ്റംബർ 16 പാപ്പാന്യൂഗിനിയ സ്വതന്ത്രമായി. ഇന്നിപ്പോൾ 50ാമത്തെ ഗോൾഡൻ ജൂബിലി ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ നേവൽ കപ്പലായിട്ടുള്ള ASW കോർവെറ്റ് INS കടമറ്റ് എത്തിയിട്ടുള്ളതും. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്: ഇന്ത്യ എൻഡ്സ് വിത്ത് 50 ഗോൾഡ് മെഡൽസ് ഇൻ ദി 16th ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ്. 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 50 സ്വർണ്ണ മെഡലുകൾ നേടി. വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഇന്ത്യക്ക്. 50 സ്വർണ്ണം നേടിയിട്ടുള്ള 16ാമത്തെ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മെഡൽ ലെവലിലെ ഇന്ത്യ എത്രാമത്തെ പൊസിഷനിലാണ്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കസഖ്സ്ഥാനിലെ ഷിംഗറ്റിൽ നടന്ന 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. 16ാമത്തെ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് മെഡൽ ടാലിയിൽ ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. 50 സ്വർണമാണ് ഇന്ത്യക്ക് ഈ ഒരു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ലഭിച്ചിട്ടുള്ളത്. കസഖ്സ്ഥാനിലെ ഷിംഗറ്റിൽ നടന്ന 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ഷൂട്ടർ എത്ര മെഡലുകൾ നേടി? 99 മെഡലുകൾ. 50 സ്വർണം, 26 വെള്ളി, 23 വെങ്കലം. ടോട്ടൽ 99 മെഡൽസ് നേടിക്കൊണ്ട് ഇന്ത്യ മെഡൽ ടാലിയിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ 50 ഗോൾഡ്, 26 സിൽവർ ആൻഡ് 23 ബ്രോൺസ്. ചാമ്പ്യൻഷിപ്പിൽ കസഖ്സ്ഥാനിലെ ഷിംഗറ്റിൽ നടന്ന 16ാമത്തെ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2-3 സ്ഥാനങ്ങൾ നേടിയ 2 രാജ്യങ്ങൾ ഏതാണ്? കസഖ്സ്ഥാൻ, ചൈന. ഈ ഒരു കോമ്പറ്റീഷനിൽ ചൈന 3ാം സ്ഥാനത്തേക്കാണ്. 2ാം സ്ഥാനത്ത് കസഖ്സ്ഥാൻ, 1ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് 99 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 50 ഗോൾഡ്, 26 വെള്ളി, 23 വെങ്കലം. ജഡീസ് കറണ്ട് അഫയേഴ്സിന്റെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൽ എൻ്റർ ചെയ്തതിനു വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ജഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.